മണിക്കുട്ടി, അവൾക്കിട്ട് രണ്ടങ്ങോട്ട് കൊടുക്ക്. നിനക്ക് ഇത്രക്ക് അഹങ്കാരമോ? ഇത് അഹങ്കാരം അല്ല മണിക്കുട്ടി. എന്റെ അമ്മയും എന്റെ അച്ഛനും ഉള്ള ആകെ ഒരു ഫോട്ടോയാ അത്. അത് നീ നശിപ്പിച്ചു കളഞ്ഞ പിന്നെ എനിക്ക് ആകെപ്പാടി സങ്കടാവും. ആ സങ്കടം ഞാൻ ഇപ്പൊ തന്നെ തീർത്തു തരാം. എന്റെ മമ്മിയെ ഞാൻ വിളിക്കട്ടെ? വേണ്ട വേണ്ട മണിക്കുട്ടി, ഫോട്ടോയിൽ മാത്രമല്ലേ എനിക്ക് എന്റെ അമ്മയുടെയും അച്ഛന്റെയും കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. മണിക്കുട്ടി, നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ ഞാൻ മാത്രാ അത് അനുഭവിക്കുന്നത്. വേണ്ട, നീ എന്നോട് ഒന്നും പറയണ്ട. വിളിക്ക് മണിക്കുട്ടി, നിന്റെ മമ്മിയെ വിളിക്ക്. മമ്മി, മമ്മി. അതത് മണിക്കുട്ടി, അതത്. ചെറിയമ്മയെ വിളിക്കല്ലേ? വിളിക്ക് മണിക്കുട്ടി, പെട്ടെന്ന് വിളിക്ക്. അവൾക്ക് രണ്ടടിയുടെ കുറവുണ്ട്. എന്തിനാ എന്തിനാ ഡുണ്ടു നീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അതൊക്കെ ഒരു രസമല്ലേ? മണിക്കുട്ടി, വേണ്ട മണിക്കുട്ടി, ചെറിയമ്മയെ വിളിക്കല്ലേ? ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. പ്ലീസ് മണിക്കുട്ടി. മമ്മി. ഡുണ്ടു ഡുണ്ടു, നീയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടുണ്ടോ? എനിക്ക് ചെറിയമ്മയെ പേടിയാ ഡുണ്ടു. അങ്ങനെ അല്ലല്ലോ, നിന്റെ പെർഫോമൻസ് എന്തായിരുന്നു ഇവിടെ? മണിക്കുട്ടി, ഞാൻ പറഞ്ഞല്ലോ, ആ ഫോട്ടോ മാത്രമേ ഉള്ളൂ എനിക്ക്. അത് നീ എടുത്തപ്പോ, അത് നീ എടുക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ട് പോയതാ. സോറി മണിക്കുട്ടി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കാല് പിടിക്കാം. എന്ത് വേണമെങ്കിലും തരുകയും ചെയ്യാം. പ്ലീസ്, ചെറിയമ്മയെ വിളിക്കല്ലേ? എനിക്ക് ചെറിയമ്മയെ പേടിയാ. ഡുണ്ടു, നീ കൂടെ ഒന്ന് പറ ഡുണ്ടു. സത്യമായിട്ടും ഞാനിനി നിങ്ങൾ രണ്ടുപേരോടും ദേഷ്യപ്പെടില്ല. ഒരിക്കലും ദേഷ്യപ്പെടില്ല. സത്യമായിട്ട് ദേഷ്യപ്പെടില്ല മണിക്കുട്ടി. മണിക്കുട്ടി, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിച്ചതാ മണിക്കുട്ടി. ഡുണ്ടു, നീ പറ, ഞാൻ ഇവൾക്ക് ക്ഷമിച്ചു കൊടുക്കണോ? പറ ഡുണ്ടു, എനിക്ക് ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ചു തരാൻ പറ ഡുണ്ടു. സത്യമായിട്ടും എനിക്ക് ചെറിയമ്മയെ പേടിയാ. മണിക്കുട്ടി, ഇവള് ആദ്യമായിട്ടല്ലേ നമ്മളോട് ചൂടാവുന്നത്? അതെ അതെ. അപ്പൊ നമുക്ക് ഒരു തവണത്തേക്കും ക്ഷമിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാനിനി ആവർത്തിക്കില്ല. ഒരു തവണത്തേക്ക് പോലും അവൾക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പാടില്ല മണിക്കുട്ടി. ഇത് നമ്മൾ ക്ഷമിച്ചു കൊടുത്താലുണ്ടല്ലോ, അവൾ ഇത് തന്നെ പതിവാക്കും. ഡുണ്ടു. മണിക്കുട്ടി, ഒന്നുമല്ലെങ്കിലും നമ്മളൊരു കൂടപ്പിറപ്പല്ലേ? എന്തിനാ നീ എന്നെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? എത്രയെങ്കിലും സ്നേഹം നിനക്ക് വേണ്ടേ? ഒന്നുമല്ലെങ്കിലും എന്റെ അച്ഛനും നിന്റെ ഡാഡിയും ഒന്ന് തന്നെയല്ലേ? അതിന്റെ ഒരു സ്നേഹമെങ്കിലും നിനക്ക് എന്നോട് കാണിച്ചൂടെ മണിക്കുട്ടി? നോ, നീ എന്തെടുത്ത് ദേഷ്യപ്പെട്ടോ? സമ്മതിച്ചു തരില്ല ഞാൻ.
ദാ ചെറുക്കാ, മര്യാദക്ക് ഇങ്ങട് കേറിപ്പോന്നോ. നിങ്ങൾ എന്നിട്ട് കൊണ്ടാൻ വയ്ക്കുമെങ്കിലേ കൊണ്ടകാൻ വെച്ചറിയാ. അയ്യോ, ഞങ്ങൾ ഇവിടുന്ന് കേറിയാലേ ഞങ്ങൾക്ക് തോർത്തൊന്നുമില്ലല്ലോ ഇവിടെ. ഇനിയിപ്പോ ഞാനാ എന്റെ പേരിൽ പോയിട്ട് എടുത്തിട്ട് വരണോ? പെരിയിലൊന്നും പോയിട്ട് എടുത്തിട്ട് വരണ. ആ മോളിൽ സ്റ്റെപ്പിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അതൊന്ന് എടുത്ത് കൊടുന്ന് തന്നാ ഞങ്ങൾ കേറാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇത് എന്തിനുള്ള ബുദ്ധിയാ പാറക്കുട്ടിയെ? അതൊക്കെ ഉണ്ട്, ഇത് നോക്കിക്കോ. എടുത്ത് വന്നാ ഞങ്ങൾ വേഗം കേറാ. ആ വല്യമ്മ, ഞങ്ങൾ നഞ്ഞിട്ട് ഇങ്ങനെ കേറി വരാ. ആ തോർത്തൊന്നും ഇങ്ങോട്ട് എടുത്താട്ടെ. പൊടിയെ, ഇത് പോയിട്ട് അത് എടുത്ത് കൊടുന്നെടുത്താ. പണി പാളി. വല്യമ്മ പോകാതെ പൊടിനെ പറഞ്ഞേക്കണോ? കുഴപ്പമായോ അപ്പൊ? ആയോന്നോ? ശരിക്കും കുഴപ്പാണ്. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. അയ്യോ അയ്യോ, അത് വേണ്ട. അതെന്താ? എനിക്ക് ഞാൻ തന്നെ തോർത്ത് പോയിട്ട് എടുക്കണോ? ഓളെടുത്തോടുന്നെന്താ? എന്റെ തോർത്ത് മറ്റേ അളിയാവോ? അതല്ല കൊയ്ത്ത് ടീച്ചറേ. പിന്നെ എന്താണ് ഇതൊന്ന് തൊള്ള തുറക്കുന്നുണ്ടോ? നേരാണ് ഈ പോണത്. പാർക്കുഞ്ഞമ്മ തൊള്ള തുറക്ക്. അതൊന്നല്ല, എന്റെ കുളിച്ചിട്ട് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ അതിലാണ്. അതൊക്കെ ആ പെണ്ണ് നിലത്തേക്ക് മണ്ണിലൊക്കെ ഇട്ടിട്ട് ഉരുട്ടും. അതിനാ ഞാൻ കുളിച്ച ടീച്ചർ തന്നെ പോയാ മതി, ഓള് പറഞ്ഞേക്കണ്ടെന്ന് പറഞ്ഞത്. ആ വലിയമ്മ, ഇന്റെ ട്രൗസറും ഉണ്ടായില്ലേ, അത് ചളിക്ക് വെക്കും. ആ അന്റെ കീറ ട്രൗസറല്ലേ, ഇപ്പൊ അത് ചളിക്കൂടാനും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എന്റെ പ്ലാനൊന്നും നടക്കൂലട്ടോ. അയ്യോ, അത് ശരിയാണല്ലോ. ഓളിന്റെ ഡ്രസ്സിൽ ചളിയാക്കിയ ഞാൻ അത് ഇടൂല. ഓ, ഈ കുട്ടി ചേട്ടാ പിന്നാലെ വന്ന ഇന്നെ പറഞ്ഞാ മതിയല്ലോ. അപ്പോഴോ എന്നോട് ഓള് പറഞ്ഞതാ, അയറ്റാളെ പിന്നാലെ പോണ്ടമ്മാന്ന്. അത് കേൾക്കാതെ ഞാൻ വന്നപ്പോഴോ ഇന്നല്ല ആദ്യം തല്ലേണ്ടത്. ഇനിയിപ്പോ ഓള് പോയിട്ട് എന്റെ തുണിയുള്ള ചളിയാകണ്ട. ഒരു തീലോത്തമ്മ. പൊടിമോളി, ആ കുട്ടിനെ നോക്കിക്കോട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളെ കുളിച്ച ടീച്ചറേ. ഇന്നാരും നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. സുൽഫിക്കറേ, അപ്പൊ തുടങ്ങിയല്ലേ? ഞാൻ റെഡി. എന്നാലേ ആ പൊടിമോളും കല്ലും കാണണ്ട. ഇജ്ജേ മെല്ലെ വെള്ളത്തിൽ കൂടെ മുങ്ങിയിട്ട് ആ കുറ്റിച്ചെടി ഉണ്ടോ അവിടെ ഒളിച്ചിരുന്നോ? പാർക്കുട്ടിയെ, ആ കുറ്റിച്ചെടിയില് വല്ല മുതലി ഉണ്ടാവോ? എടാ പൊട്ട, മുതലി വെള്ളത്തിൽ കൂടെ അല്ലേ വരിക? അതാ പിന്നെ ഒരു സമാധാനം. അന്നെ പിടിച്ചിട്ടല്ലേ എന്നെ പിടിച്ചോളൂ. ഒന്ന് പോടി ചെക്ക, താമസ പറഞ്ഞോണ്ട് നിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനൊക്കെ കോളാവൂട്ടോ. പാർക്കുട്ടിയെ, ഇന്നെ ആ കുറ്റിക്കാട്ടിന്ന് എടുക്കാൻ മറക്കരുത് ട്ടോ. ഇത് നീ പോ സുൽഫിക്കറേ, ആ പൊടിമോൾ ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ആ പെണ്ണ് എവിടെയും അന്തം വിട്ടും കൊണ്ടിരിക്കും. പെട്ടെന്ന് അങ്ങനെ ഇരിയൊന്നുമില്ല. അങ്ങനെ തന്നെ കുറച്ചും കൂടി നീങ്ങി പോയിക്കോ. പിന്നെ വെള്ളത്തിലൊന്നും മുങ്ങി ചാടണ്ടട്ടോ. ഭാഗ്യം ആരും കണ്ടിട്ടില്ല തോന്നുന്നു. ഇനിയിപ്പോ കല്ല് കണ്ടു കാണുമോ? അവളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്നാ തോർത്ത് ഇനിയിപ്പോ ഇത് കിട്ടാഞ്ഞിട്ട് വെള്ളത്തിന്ന് കയറാതിരിക്കണ്ട. ഞങ്ങൾ എടുക്കോളാം. അല്ല, സുൽഫിക്കർ എവിടെ? അയ്യോ, പറയുമ്പോൾ സുൽഫിക്കറിനെ കാണാനില്ല. ഇത് പഠിച്ചോനി, ഞാൻ അപ്പോഴും പറഞ്ഞത് എന്നിട്ട് കേറേന്ന്. എന്റെ കുട്ടി എവിടേക്ക് പോയി എന്നിട്ട്? കുളിച്ച ടീച്ചറെ, ഓനെ ഇവിടെ ഒന്നും കാണുന്നില്ല. സ്പീക്കർ പോയി. എന്റെ അല്ലാ, ആ വെള്ളത്തിൽ കൂടെ പോയോണാവോ? അപ്പോഴും ഞാൻ പറഞ്ഞത് എങ്ങാരുണ്ടാക്കി വെക്കാതെ കേറി വരീന്ന്. എന്റെ പഠിച്ചോനി, ഇച്ചാണെങ്കിൽ നീന്താനും അറിയുന്നല്ലോ. വേഗം വെള്ളത്തേക്ക് ചാടിയിട്ടില്ലെങ്കിൽ ആ ചെറുക്കനിപ്പോ മജത്തും ആവും. ചെകുത്താനും കടലിനും ഇടയ്ക്ക് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ശരിക്കും കണ്ടു. കൊയ്ത്ത് ടീച്ചറെ, ആലോചിച്ച് നിൽക്കാതെ നമ്മൾ സെൽഫിക്കൊന്ന് ദേശിക്ക്. എടി ബലാലേ, ഇപ്പൊ കടന്ന് മുങ്ങിട്ടെന്താ കാര്യം? രണ്ടും ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. സെൽഫിക്കറേ, ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അല്ലാ പഠിച്ചോനെ, എന്നെ കാത്തോളീന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടിയല്ലാതെ ഒരു നിവൃത്തിയില്ല. കൊയ്ത്ത് ടീച്ചറെ, നമ്മള് സെൽഫിക്കറ് ഒന്നിങ്ങോട്ട് മാറി നിൽക്ക് ബലാലേ. എല്ലാ ഇടങ്ങാറും ഉണ്ടാക്കി വെച്ചിട്ട് ഓൾ അവിടെ തന്നെ നിൽക്കുക. ഒന്ന് തപ്പിയൊക്കെ ഞാൻ അവിടെ. എന്റെ അല്ലാ, ഇത് പേടിയായിട്ട് വെച്ച. ഓള് നിൽക്കുന്നുണ്ടോ മൂടുങ്ങാപ്പൂച്ച? എല്ലാരും വെച്ച് വെച്ചിട്ട്. സെൽഫിക്കറേ, മാനേ, ഇത് എവിടെ? ഇവിടെ എന്തോ തടയുന്നുണ്ടല്ലോ. കിട്ടി, സെൽഫിക്കറിനെ കിട്ടി. ഇതാ സെൽഫിക്കറിനെ കിട്ടി. സ്പീക്കർ എവിടെ? ഇതിന്റെ സെൽഫിക്കറല്ല, ഓനിങ്ങനെയല്ല. സെൽഫിക്കറേ, അപ്പുറത്ത് കൂടെ പോയിട്ട് സെൽഫിക്കറിനെ വിളിച്ചിട്ട് വരാം.